എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ ഈ ബിസിനസ്സുകൾ ജനറേഷനിലേക്ക് പോകാത്തത് അല്ലെങ്കിൽ പോകുന്നത്? രണ്ടും സെയിം റീസൺസ് തന്നെയാണ്. നമുക്ക് അതിലേക്ക് നോക്കാം. അതിൻ്റെ ഫസ്റ്റ് കാരണമായിട്ട് നമുക്ക് തോന്നുന്നത് ഒരു മൂല്യങ്ങൾ, എത്തിക്സ് ആൻഡ് വാല്യൂസ്, മൂല്യങ്ങളില്ലാത്ത ബിസിനസ്സുകൾ എത്തിപ്പോവാൻ, മൂല്യങ്ങളില്ലാത്ത ബിസിനസ്സുകൾ മാത്രമല്ല എന്തും മുന്നോട്ട് പോകാൻ സാധ്യതകൾ കുറവാണ്. രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ വിഷൻ, അതായത് നമുക്ക് ദീർഘവീക്ഷണം. നമ്മൾ ഇന്നത്തെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്നാൽ എത്താൻ പറ്റില്ല. നമുക്ക് എവിടെ എത്തണം, 5 വർഷം കഴിയുമ്പോൾ എവിടെ എത്തണം, 10 വർഷം കഴിയുമ്പോൾ എവിടെ എത്തണം, 15 വർഷം കഴിയുമ്പോൾ എത്തണം എന്ന് ആ ഫൗണ്ടർക്ക്, തുടങ്ങണ ആൾക്കൊരു ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. ആഗ്രഹം ഇല്ലാണ്ട് ആരുമില്ല, അതാണ് അതിൻ്റെ അകത്ത് രസം. പക്ഷേ എന്നാലും ആ ദീർഘവീക്ഷണം എന്നുള്ള സംഭവം മിസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു കാരണം. രണ്ടാമത്തെ ഒരു കാരണം. മൂന്നാമത്തെ അതിൻ്റെ ഫണ്ടമെൻ്റൽസ്, അടിസ്ഥാനപരമായിട്ടുള്ള കുഴപ്പങ്ങൾ. ഈ ബിസിനസ് തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അടിസ്ഥാനമായിട്ട് കുറേ കാര്യങ്ങളുണ്ട്. അത് ഞാൻ അടുത്തായിട്ട് പറയാം, എക്സ്പ്ലെയിൻ ചെയ്യാം. അതും ഒരു കാരണമാണ്. പിന്നെ ഒരു കാരണം എന്ന് വെച്ചാൽ പ്രൊഫഷണലൈസ് ചെയ്യുക. എല്ലാം നമ്മൾ അറിവുള്ളവരെ കൂടി നമ്മൾ ബിസിനസ്സിൽ കൂട്ടുക, അല്ലെങ്കിൽ അവരെ കൊണ്ട് ജോലി ചെയ്യിക്കുക, അല്ലെങ്കിൽ അവരെ എൻഗേജ് ചെയ്യിക്കുക. അപ്പോൾ അവരുടെ അറിവ്, നമ്മളാണ് എല്ലാം, നമ്മുടെ അറിവനുസരിച്ച് എല്ലാം പോകുമെന്നുള്ളൊരു ധാരണ ഒരിക്കലും വരരുത്. നമ്മൾ അവരെയും കൂടെ കൂട്ടി ഇതിൻ്റെ അകത്ത് വാട്സാറ്റ് നമുക്ക് കൂട്ടി അവരുടെ അറിവും കൂടി ചേർന്ന് നമുക്ക് വേണ്ട രീതിയിൽ അങ്ങ് പോവാം. പിന്നെ അടുത്തൊരു പ്രശ്നം, നമ്മളൊരു ബിസിനസ് തുടങ്ങി അതിങ്ങനെ നന്നായിട്ട് പോകുന്നുണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ കണ്ണടച്ചിരുന്നാലത്തെ പ്രശ്നം, നമ്മൾ ഇന്നോവേറ്റീവ് ആവുന്നില്ല. അപ്പോൾ ഒരു കാരണം അത് ഇന്നോവേറ്റീവ്, പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് മാറുക, പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് ചിന്തിക്കുക, പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് അല്ലെങ്കിൽ ലോകം എവിടെ പോകുന്നു എന്നുള്ളത് മനസ്സിലാക്കി അതനുസരിച്ച് അത് നമ്മുടെ ബിസിനസ്സിലേക്കും കൊണ്ടുവരിക. അപ്പോൾ ഇന്നോവേഷൻ വളരെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. പിന്നെ ഒരു കാര്യമാണ് ഡിജിറ്റലൈസേഷൻ. നമ്മളെപ്പോഴും പഴയ മോഡലിൽ വെച്ചുകൊണ്ട് ബിസിനസ് ഓടിച്ചുകൊണ്ട് പോയ പലർക്കും പല കാര്യങ്ങളിലും ഒരു കാരണത്താൽ തളർന്നു പോകും. അപ്പോൾ ഡിജിറ്റലൈസ് ചെയ്യുക. നമ്മളിപ്പോൾ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ മറ്റേ സോഫ്റ്റ്വെയർസ്, പല പല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അടുത്തൊരു കാര്യമാണ് ഡൈവേഴ്സിഫിക്കേഷൻ. നമ്മളൊരു ബിസിനസ് തുടങ്ങി അത് തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. അപ്പം നമുക്ക് ഈ ബിസിനസ് തുടങ്ങുമ്പോൾ നമുക്ക് നമുക്ക് നല്ലൊരു അടിസ്ഥാനപരമായിട്ടൊരു ബേസ് കിട്ടും. പക്ഷേ നമ്മൾ അതിലേക്ക് പുതിയ ബിസിനസ്സുകളിലേക്ക് മാറാണ്ടിരുന്നു കഴിഞ്ഞാൽ പ്രശ്നം, നമ്മുടെ ഈ ബിസിനസ്സിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് മൊത്തം ഇല്ലാണ്ടായിത്തീരും. അതും ഈ ഫെയിലിയേഴ്സിനും സക്സസ്സിനും ഏതായാലും ഒരു കാരണമാണ്. പിന്നെയുള്ള ഏറ്റവും വലിയൊരു കാരണമാണ് സക്സഷൻ പ്ലാനിങ്.